ശ്രീ കെ എം സച്ചിൻ ദേവ്. സർ, എയിംസ് സ്ഥാപിക്കുന്നതിനായി ബാലുശ്ശേരി മണ്ഡലത്തിലെ കിനാലൂരിൽ KSIDCയുടെ വിട്ടു നൽകിയ 150 ഏക്കർ ഭൂമി കൂടാതെ അധിക ഭൂമിയായി 100 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്നും സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ഒരു തരത്തിലുമുള്ള എതിർപ്പുകളും ഉന്നയിക്കാതെയാണ് എയിംസിനായി അവിടെയുള്ള ജനങ്ങൾ ഭൂമി വിട്ടു നൽകുന്നത്. ഇങ്ങനെ കണക്കാക്കിയ ഭൂമി ഏറ്റെടുക്കൽ നടപടി വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. 100-ലധികം കുടുംബങ്ങൾക്ക് എയിംസിനായി മാറ്റിവെച്ച ഭൂമി വിൽക്കൽ വാങ്ങൽ നടത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്ഥലം പണയപ്പെടുത്തി ബാങ്ക് ലോൺ എടുക്കുന്നതിനും ഇപ്പോൾ സാധിക്കുന്നില്ല. ആയതിനാൽ ഗൗരവമായ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വിശദമായിട്ടുള്ള മറുപടിയാണ്. ഞാൻ എല്ലാം വായിക്കുന്നില്ല, പ്രസക്ത ഭാഗങ്ങളെ പറയുന്നുള്ളൂ. സംസ്ഥാനത്ത് എയിംസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്കിൽ കിനാരൂർ വില്ലേജിലെ 39.3352 ഹെക്ടർ, അതായത് 97.16 ഏക്കർ ഭൂമിയും കാന്തലോട്ട് വില്ലേജിലെ കിനാലൂർ ദേശത്തുള്ള 54.36 ഏക്കർ ഭൂമിയും ഉൾപ്പെടെ 151.52 ഹെക്ടർ ഭൂമി 29/8/2024 പ്രത്യേക ഉത്തരവ് പ്രകാരം 2 സേവന വകുപ്പുകൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റ വ്യവസ്ഥകൾ പ്രകാരവും നിബന്ധനകൾക്ക് വിധേയമായി പ്രസ്തുത ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ നിലനിർത്തി കൈവശാവകാശം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ഇതിനു പുറമെയാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ജില്ലാ കളക്ടർ കണ്ടെത്തിയ 100.48 ഏക്കർ ഭൂമിയും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ ഏറ്റെടുക്കുന്നതിനായി സർക്കാർ തീരുമാനിക്കുകയും പ്രസ്തുത സ്ഥലം ഏറ്റെടുത്ത് കൈമാറുന്നതിനായി റവന്യൂ വകുപ്പിനെയും ഇതിനു വേണ്ട തുക അനുവദിക്കുന്നതിനായി ധനകാര്യ വകുപ്പിനെയും പ്രത്യേക ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ചുമതലപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എയിംസിനു വേണ്ടി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്കിൽ കിനാലൂർ കാന്തലോട്ട് വില്ലേജുകളിൽ 40.6802 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ട് കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ അർത്തന, ജില്ലാ കളക്ടറുടെ ശുപാർശ എന്നിവയുടെ അടിസ്ഥാനത്തിൽ 8/2/2022 ഉത്തരവ് പ്രകാരം സ്ഥലം ഏറ്റെടുക്കുന്നതിന് അനുമതി നൽകി റവന്യൂ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് കണ്ടിജൻസി ചാർജ് അടയ്ക്കുന്ന നടപടി പൂർത്തീകരിച്ചു. 4-1 വിജ്ഞാപനം പുറപ്പെടുവിച്ചു. A2 അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകുന്നതിന് ഗവൺമെൻറ് അനുമതി നൽകി. ഭൂമി ഏറ്റെടുക്കൽ നിയമവകുപ്പിലെ 11(1) പ്രകാരമുള്ള പ്രാഥമിക വിജ്ഞാപനം പുറത്തിറക്കി. തുടർന്ന് 19(1) പ്രകാരമുള്ള പ്രഖ്യാപനം പുറപ്പെടുവിക്കുന്നതിനുള്ള സമയപരിധി നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എയിംസിനു വേണ്ടി പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിച്ച സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട പുറമ്പോക്ക് അതിർത്തികളിലും സർവേ അതിർത്തികളിലും പുനർനിർണ്ണയം നടത്തി സർവേ കല്ലുകൾ സ്ഥാപിക്കാൻ ഉത്തരവായത് പ്രകാരം ഈ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കിനാലൂർ വില്ലേജിൽ ഉൾപ്പെട്ടു വരുന്ന 41, 43, 48, 50, 52 സർവേ നമ്പറുകളുടെ പൊതു അതിർത്തിയിൽ സർവേ ചെയ്യുന്നതിനും കല്ലുകൾ സ്ഥാപിക്കുന്നതിനും കൈവശക്കാരും പ്രദേശവാസികളും തടസ്സം നിൽക്കുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രസ്തുത തടസ്സങ്ങൾ നീക്കി സർവേ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതനുസരിച്ച് 11(1) നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ ആ ഭൂമി വിൽക്കാനോ മറ്റാവശ്യങ്ങൾക്കോ പൊതുവായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നം മുമ്പിൽ നിൽക്കുന്നുണ്ട്. 2013 ആക്ടിലെ ന്യായമായ നഷ്ടപരിഹാരത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ നിയമപ്രകാരം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ തന്നെ 11(4) പ്രകാരം കളക്ടർക്ക് വസ്തുവിൻ്റെ ഉടമസ്ഥൻ നൽകുന്ന അപേക്ഷയിൽ പ്രത്യേക കാരണങ്ങൾ രേഖപ്പെടുത്തി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, മറ്റത്യാവശ്യ കാര്യങ്ങൾ ഈ വ്യവസ്ഥയിൽ ഒഴിവാക്കി നൽകാവുന്നതാണ് എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിനു പുറമെ ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ ഈ നടപടിക്രമങ്ങൾ ഏറ്റവും വേഗതയിലാക്കി ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. നടപടികൾ വേഗം തീർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും അതിനിടയിൽ പ്രത്യേകമായി ഇത്തരം ഏതെങ്കിലും കേസുകൾ വന്നാൽ അതിന് മോഡ്ഗേജ് ചെയ്യുന്നതിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേക അപേക്ഷയിൽ നടപടി സ്വീകരിക്കാൻ കളക്ടർ ചുമതലപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്.